ചൂട് സഹിക്കാൻ പറ്റില്ല. ചാത്തപ്പാ ഇട്ടിട്ട് വെയ്യടാ. അതെ, ഈ കിണറ്റ് വെള്ളം ഉപയോഗിച്ചിട്ട് ഈ പൈപ്പ് വെള്ളം ഉപയോഗിക്കുമ്പോഴല്ലേ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുകന്യ പറയണേ, ഈ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ചെന്നേ തോന്നുന്നില്ല എന്ന്. ആ സത്യം പറയാച്ചല്ലേ, വെന്തുരുകണു പാലക്കാട്, ഭയങ്കര ചൂട്. ഇതിൻ്റെ കെട്ടിയവനപ്പോൾ സമ്മതിക്കണ്ടേ? പാട്ടോ എമ്മാതിരി പേരും വെയിലെത്താ. അപ്പോൾ നമ്മളില്ലേ നമ്മുടെ ഒരു ഉച്ചത്തെ വിശേഷം കാണിക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായില്ല. ഇന്ന് മോട്ടർ വെക്കാമെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുഴൽക്കിണറിൽ. പക്ഷെ അവർക്ക് അവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണം വരണമെങ്കിൽ. അപ്പോൾ എന്നും നമ്മൾ അരച്ച് പെനച്ച് കറി വയ്ക്കല്. അപ്പം ഇന്ന് അരച്ച് പെനച്ചിട്ടൊന്നല്ല കേട്ടോ, ഇന്ന് എളുപ്പപ്പണിയാണ്. സുകന്യക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. സുകന്യ പറഞ്ഞു, എടത്തിയമ്മ എനിക്ക് രസം ഉണ്ടാക്കി തരുമെന്ന്. എപ്പോ എല്ലാം സുകന്യയുടെ വണ്ടയ്ക്ക് അല്ല കേട്ടോ. നമ്മളിന്നലെ നല്ല ചിക്കനും ഒക്കെ ആയിരുന്നു. ചിക്കൻ പിന്നെ ഒരു ഉച്ചയ്ക്കാണ് വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ചിക്കൻ കുറച്ചുണ്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ വെള്ളമില്ലാണ്ട് വരട്ടി എടുക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക്. അപ്പോൾ രസവും പപ്പടവും ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അച്ചാറും ചോറ്. ഞാൻ ഒരു എന്താ അളവ് തെറ്റിയെന്ന് ഭഗവാനെ. ആ ചോറ് എന്തൊക്കെ നമ്മൾ 2 നേരത്തേക്കും പാടുള്ള ചോറാട്ടോ വെച്ചേക്കണത്. എന്താ പിന്നെ ഒരാൾ നമ്മുടെ അവിടെ പണിക്കുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ടെന്ന്. ഏട്ടനും മനിയനൊക്കെ ഉച്ചയ്ക്ക് ചോറിനുണ്ട്. ഇന്ന് വൈകുന്നേരത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കുറച്ച് ചോറാണ് വെച്ചാൽ വൈകുന്നേരത്ത് എന്ത് കേട്ടെന്നറിയോ, കഞ്ഞിയാക്കൂട്ടപ്പോൾ. ഈ കഞ്ഞിയാണ് പറഞ്ഞു വെച്ചാൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഒരു തേങ്ങ ചമ്മന്തിയും കഞ്ഞിയും കുറച്ച് തൈരും ഒഴിച്ച് കഴിഞ്ഞ് വെച്ചാൽ വൈകുന്നേരം കുശാലായി. എല്ലാവരും വയറ് നിറച്ച് കഴിക്കണമുണ്ടല്ലോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇടത്ത് എന്ത് ഇഷ്ടമാണെന്നറിയോ കഞ്ഞി. ചുക്കുള്ള കഴിയുന്നത് ഇനിയിപ്പോതാ ഇലക്ഷൻ്റെ പ്രചരണം കണ്ടോ. ഇപ്പം തന്നെ ഇതെടുത്ത് മാറ്റി വെച്ചിട്ടോ. കണ്ടോ അടിപൊളി. ഇലക്ഷൻ എന്നാ ആർക്കെങ്കിലും അറിയോ? പിന്നെ നീ എന്തിനാ കാർഡ് വാങ്ങിയത്? അവര് തന്ന കാർഡ് എന്തിനാ വാങ്ങിയത്? അത് നോട്ടീസാണ്, കാർഡല്ല. നോട്ടീസ് മേടിക്കണ്ടേ? 9-ാം തീയതി 12-ാം തീയതി ഞാൻ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഗോയിങ് അട്ടപ്പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം അട്ടപ്പാടി. അപ്പം ഞാൻ എന്താ അന്ന് 12-ാം ദിവസം അട്ടപ്പാടിയിലുണ്ടാവും കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, അവിടെ ഭയങ്കര ഇഷ്ടം അട്ടപ്പാടി. ഞാൻ എപ്പോഴും അനിയനോട് പറയും എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് അട്ടപ്പാടി. സുനിക്ക് വരണടി. ചവിട്ടണമെന്നല്ലോ വിചാരിച്ചില്ല. ഇപ്പോൾ നമ്മൾ പുളി. അയ്യോ എന്താല്ലേ സുകന്യ ഇങ്ങനെയൊക്കെ തണുക്കണത്. തണുത്തിട്ട് നിൽക്കാനും എനിക്ക് നല്ല തണുത്ത വെള്ളത്തിൽ മുങ്ങാൻ തോന്നുന്നു. ഇപ്പൊ നമുക്ക് സത്രങ്ങാവ് പഴക്കേല് പോയാലോ? ആ പോവാ. ആ ചൂടുണ്ടാവട്ടോ. അല്ല വെള്ളം ചൂടുണ്ടാവും. നല്ല ഐസ് കട്ട പോലത്തെ വെള്ളം വേണം. ഐസ് കട്ട പോലത്തെ വെള്ളമാണെങ്കിലേ താഴ്ചയിൽ മുങ്ങിയാൽ മതി. അപ്പം ഉണ്ടാവും ഐസ് കട്ട. എവിടെ അടിയത്തെ കെട്ടില്ലേ. അയ്യോ എന്താ ഒരു തക്കാളി കൂടി ഇല്ല. അതൊക്കെ തക്കാളി നീ കളഞ്ഞല്ലേ? ഇവിടെ അവിടെ തക്കാളി ഒറ്റലോട് തക്കാളി അവിടെ നിർത്തും. ഞാൻ എന്തോ ചിന്തിച്ചു, എന്തൊക്കെയോ മനസ്സിൽ ചിന്ത വരുന്നുണ്ട്. എന്താ സുകന്യ നമ്മുടെ ചിന്ത മാറ്റാൻ ചെയ്യാൻ? ചിന്തിക്കാതിരിക്കുക.
അല്ലേ? പിന്നെ ദുഃഖ വെള്ളിയാഴ്ചയാണ് കേട്ടോ. ദുഃഖ വെള്ളിയാഴ്ചയല്ലേ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടെ പറയുന്നത്. ഇന്ന് ദുഃഖ വെള്ളിയാണ്. ഞായറാഴ്ച ഈസ്റ്റർ അല്ലേ? ഈസ്റ്ററിന് നമുക്ക് ബീഫും കള്ളപ്പം ഉണ്ടാക്കണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി ചേട്ടാ. കള്ളപ്പല്ല ഉണ്ടാക്കിയത്, വട്ടയപ്പല്ലേ. വെള്ളപ്പം ഉണ്ടാക്കി, മോര് കാച്ചി, പിന്നെ എന്താ ബീഫ് കിട്ടിയില്ല, ചിക്കൻ വാങ്ങി വരട്ടി, നമ്മൾ പപ്പടം കാച്ചി. അങ്ങനെ നമ്മൾ ഈസ്റ്ററും ആഘോഷിച്ചു അല്ലേ. നമ്മൾ എല്ലാം ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ആഘോഷിക്കട്ടോ. കാരണം എന്താ പറയുക, നമ്മുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം ഇന്ന ആഘോഷങ്ങളുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോഴാണ് അവർക്ക് നാളെ അത് ചെയ്യാനറിയുള്ളൂ. പല രീതിയിലുള്ള കൂട്ടുകാരായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ആചാരങ്ങൾ അവർ മനസ്സിലാക്കണ്ടേ. നമ്മൾ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റാറുണ്ട്. അമ്മയ്ക്ക് നെല്ലിപ്പുഴ പള്ളിയിലായിരുന്നു, അവിടെ അടിച്ചൊരു തുടക്കൽ പണി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല, ഒരു എൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ മുമ്പേ അവിടെ പള്ളി അടിച്ചൊരു തുടക്കുകയൊക്കെ ചെയ്തിരുന്ന അമ്മയാണ്. അവർക്കൊക്കെ അറിയണ്ടാവേ. ആ ഭാഗത്തൊക്കെ കാണുന്നവർക്ക് യശോദാന്നാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊരു കന്യാസ്ത്രീകളുടെ മഠമുണ്ട്. അപ്പോൾ +1ഉം +2ഉം എനിക്ക് ഭക്ഷണം കഴിച്ചിരുന്നത് ഞാൻ ആ പള്ളിയിൽ പോയിട്ടാണ്. ഉച്ചയ്ക്ക് എന്താ വെച്ചാൽ അമ്മ അവിടെ അല്ലേ പണിയെടുക്കുക. അപ്പോൾ അവിടെ പള്ളിപ്പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരും. ഞാനോ എൻ്റെ വീട്ടില് എൻ്റെ വീട്ടിൽ എന്താ ചെയ്യല്? ഞാനിപ്പോൾ വരാട്ടോ. കുറച്ച് മല്ലി എടുത്തിട്ട് വരട്ടെ. മല്ലി അവിടെയാണ്. അടുത്ത പള്ളിയില്ലാത്തതിന്റെ ഗതികേടാണ് സുനി. എൻ്റെ അടുത്ത് പള്ളി ഇവിടെയാണ്. മാപ്പിള സ്കൂളിലേക്ക് പോയില്ലേ, അതിന്റെ ആ ഇടവഴിയില്ലേ, അപ്പ മുസ്ലിം പള്ളി ഇട്ട് ചെറിയ ഇടവഴിയില്ലേ, അതിന്റെ ഉള്ളിൽ കോണ പോയൊരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി. അവിടെ പോയ ചോറ് കിട്ടും. അവിടെ പോയ ചോറൊന്നും കിട്ടും എനിക്കറിയില്ല. ഞാൻ പോയിട്ടില്ല. ഞാൻ ഒരു ദിവസം പെരുന്നാളിന് പോയിട്ട് വൈകുന്നേരം പെരുന്നാളിന് അവിടെ പരിപാടിയായിട്ട്. അല്ലാതെ ഞാൻ പിന്നെ ഞാൻ എന്റെ വെള്ളച്ചന്റെ കൂടെ വെള്ളച്ചന്റെ പോയിട്ട് വേളാങ്കണ്ണി. അവിടെ പോയി ആദ്യം ബീച്ചിൽ നന്നായിട്ട് കുളിച്ചു. അങ്ങോട്ട് പള്ളി പോയി. നീ ലോകം ചുറ്റിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. പിന്നെ എന്തൊക്കെ ഭാഗ്യം. ഞാൻ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്, പള്ളി പോയിട്ടുണ്ട്, പിന്നെ ഞാനും പാർക്കിലൊക്കെ പോയിട്ടുണ്ട്. പാർക്കിൽ പോയിട്ടുണ്ട്, ടൗണിൽ പോയിട്ടുണ്ട്, മാർക്കറ്റിൽ പോയിട്ടുണ്ട്. അതിലെല്ലാരും പോയിട്ടോ. പിന്നെ എവിടെ കാണേണ്ടതൊക്കെ തന്നെ കാണുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ എവിടെ കാണുള്ളൂ. ഞാൻ കല്യാണത്തിന് നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിന് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും പറ്റാതിരിക്കുന്നു. അതന്നെ വെറുതെ എല്ലാം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത്. നീ കല്യാണത്തിന് വേണ്ടി തെണ്ടി തിരി നടക്കായിരുന്നോ? എന്തായി കെട്ടിയ തട്ടി തിരി നടക്കില്ലേ? നടക്ക് അവിടേക്ക് പോകാൻ പറ്റില്ലെങ്കിലും അങ്ങനെ വേണം നമുക്ക്. ഒരു ദിവസം പുറത്തു പോകണം, ഒന്ന് ഫുഡ് കഴിക്കണം, ഭർത്താവായിട്ട് ചുറ്റി നടക്കണം. ഇതൊക്കെ എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കണം. എല്ലാരും ആഗ്രഹിക്കും. കെട്ടിയ മാത്രം ഇങ്ങനെ അവർക്ക് അവരുടെ ഫ്രണ്ട്സ് മാത്രം മതി. ഫ്രണ്ട്സ് മാത്രം കെട്ടിയ പോരല്ലേ? എന്താ ചെയ്യാ? വിമാനം പോണുണ്ട് കേട്ടോ. അതിന് വേണ്ടിട്ട് മക്കള് നോക്കുകയാണ്. അത് നമ്മള് എത്ര പണിയാണെന്ന് വെച്ചാലല്ലേ ഓടി വന്നിട്ടൊന്ന് മുറ്റത്ത് കൂടെ അങ്ങനെ നോക്കൂ കേട്ടോ. പക്ഷെ അവിടെ ഉണ്ട് കേട്ടോ, കിച്ചിട്ടും ഷർട്ട് ഇടാത്ത കൊണ്ട് അങ്ങോട്ട് ഓടിക്കാം. അമ്മയ്ക്ക് വേറെ ഉണക്കമുളക്, പച്ചമല്ലി, കുരുമുളക്, ജീരകം കേട്ടോ. പച്ചമല്ലി ഇല്ലേ, മല്ലിപ്പൊടി ഇടുന്നേക്കാട്ടും നല്ലതാണ് പച്ചമല്ലി ഇടുന്നത്. തോനെ വെള്ളം വെക്കിട്ടാ. ഇവിടെ വരുന്ന യുവർ ഹസ്ബൻഡ് ആ ചിക്കൻ കറി വെച്ച പാത്രം നമ്മൾ എടുത്ത് എന്തെങ്കിലും കഴുകാൻ നോക്കി വെച്ചോന്നെ. സാറ് പോയി അപ്പൊ സാറേ വിളിക്കണ്ടേ? ഇപ്പൊ സാറൊക്കെ കൂടെ പോയി. സാറ് വിളിച്ച ചായക്ക് വെച്ച് കൊടുത്തിട്ട് വിടണ്ടേ? ഇതിന്റെ ഒരു മണമൊക്കെ അല്ലേ, കുരുമുളക്, ജീരകം ഒക്കെ അത് കുത്തനെ വെച്ചാൽ തുള്ളി വെള്ളം കൊടുക്കണേ. വെള്ളം കാട്ടത്ത് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ. നമ്മുടെ ചട്ടി പൊട്ടയാറായിക്കണം. അപ്പോഴേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കിണർ, നമ്മുടെ വീട്ടിൽ കിണർ കുത്തിയില്ലേ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ
നമ്മുടെ കിണർ കാണാൻ വേണ്ടിയിട്ടും വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഓരോരുത്തർ വരികയാണ് കേട്ടോ. എവിടെ വെള്ളം? വെള്ളം തരാം, ഒരു മിനിറ്റ് നിൽക്കോ. എന്താ സുഖം. ചൂടുവെള്ളം തണുപ്പുള്ള ചൂടുവെള്ളം കേട്ടോ. തിളച്ച വെള്ളം തരുതേ. കഴിച്ചീന ഉണ്ടോ? നല്ല രസല്ലേ കാണാന്. സൂര്യ നിനക്ക് ഇടുന്ന അടി ഒരാഴ്ച ഈ വീട്ടിക്ക് വരുന്ന മുമ്പ് ഇട്ടോ കേട്ടോ അവിടെ ഇതേട്ടാ. എല്ലായിടത്തും പറയണ്ട സൂന്യ, നേരത്തെ തന്നാണെന്ന് പറയണേ. ഞാൻ വാങ്ങി തന്നാണെന്നും പറയണം. പറയണ്ടല്ലേ പറയണെന്ന്. എന്തിനു പറയണ? ഞാൻ വാങ്ങിയാണ് എന്ത് പറയണേന്. അപ്പൊ എന്താ പറഞ്ഞ? അപ്പൊ എന്താ പറഞ്ഞ? ഞാൻ വാങ്ങി തന്നെന്ന് പറഞ്ഞതിന് ഇപ്പൊ എന്താ പ്രശ്നം? കണ്ടത് വെള്ളം തട്ടി നമ്മളിങ്ങനെ ഇതാക്കുന്നതിനനുസരിച്ചല്ലേ ഇത് കളർ. അങ്ങനെ പറയണ്ട സൂന്യ. നീ കൊണ്ടൊക്കെ ഒരാൾ ബസ് വണ്ടി ഇറങ്ങി അപ്പൊ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. എന്നിട്ട് വാങ്ങി തന്നാണ് എന്നെ ആൾ വാങ്ങി തന്നാണ് പറയുക. അടുത്ത വീട്ടിൽ കൂടെ ഒക്കെ പോവുക, എന്നിട്ട് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് പറയാ ഇത് ഏട്ടൻ വാങ്ങി തന്നാണ് പറയുക കേട്ടോ. കുടുംബക്കാരോടത്തേക്കൊക്കെ പോവുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യണം കേട്ടോ. എന്താ സൂര്യ എനക്ക് അങ്ങനെ ചെയ്തുകൂടെ? ഞാൻ വാങ്ങിത്തരാം കേട്ടോ സൂര്യ, നമുക്ക് ഞാൻ വാങ്ങിത്തരാം. ഓ അപ്പൊ ഈ ആരോട് പോയി പറയണ്ട സൂര്യ. അപ്പൊ ഈ ആരോടും പറയണ്ടാന്ന് ഞാൻ വാങ്ങി തരുന്നുണ്ട് പറഞ്ഞപ്പോഴേ ഞാൻ വാങ്ങി തന്ന മാത്രം പറഞ്ഞാൽ. ആ ഏട്ടൻ വാങ്ങി തരുന്നത് മാത്രമേ കണക്കുള്ളൂ, ഞാൻ വാങ്ങി തരുന്നത് കണക്കില്ല അല്ലേ? എല്ലാരും പറയണ്ട സൂന്യ, ഞാൻ വാങ്ങിത്തന്നൊക്കെ പറഞ്ഞു. ഒരു എല്ലാരും അറിയട്ടെ. അങ്ങനെയല്ല, നമ്മള് ഈ കൈ കൊടുക്കുന്നത് ഈ കൈ അറിയാൻ പാടില്ല. അങ്ങനെയല്ല, ഈ കൈ കൊണ്ട് കൊടുക്കുമ്പോ രണ്ട് കൈ കൊണ്ട് കൊട്ടിട്ട് എല്ലാരും അറിയിക്കുക. അങ്ങനെ വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നത് രണ്ട് കൈ കൊട്ടിട്ട് എല്ലാരും അറിയിച്ചിട്ട് എന്നിട്ട് കൊടുക്കുക. അങ്ങനെ ഡയലോഗ് ആക്കുമ്പോ ദേഷ്യം വരില്ല, ചിരി വരുന്നുണ്ട്. ഏട്ടൻ വല്ലാത്ത സാധനം അല്ലേടി അല്ലേ? ഏട്ടൻ വല്ലാത്ത സാധനം അല്ലേ? ഏട്ടൻ വല്ല ഫോൺ നോക്കിയിരിക്കുന്നത്. അവള് വെള്ളം ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ നിറച്ചിട്ടുണ്ടോ? വെള്ളേ വെച്ചിട്ടുണ്ടാവും. പെണ്ണുങ്ങൾ എന്തെങ്കിലും പണിയാന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് അതൊക്കെ എടുത്തിട്ട് പോവുകയൊക്കെ ചെയ്യാം, അറിയോ? ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക. അവരവർക്ക് വെക്കുമ്പോ പെണ്ണുങ്ങൾ അപ്പുറത്തപ്പുറത്ത് അവിടെ ഇങ്ങനെ പണിയെടുത്തിട്ട് ചോറെടുത്തുന്ന വെച്ചുണ്ടാക്കി വെച്ചിട്ടില്ലേ? അതൊക്കെ ഒരു ആണുങ്ങൾക്ക് ചെയ്യുന്നതിന് ഇപ്പൊ എന്താ? ഒന്നുമില്ല, മീശ ഒഴിഞ്ഞു പോകും. മീശ ഒഴിഞ്ഞു പോയല്ലോ. ഇപ്പൊ താടി മീശയൊക്കെ കൊഴിഞ്ഞു പോയാലും വളരുന്ന എന്തോ സംഭവമൊക്കെ ഉണ്ടായില്ല, പേടിക്കണ്ട. അല്ലേ? കൊഴിഞ്ഞു പോയത് വളരില്ല. കൊഴിഞ്ഞു പോയത് വളരില്ല. ആരാ പറഞ്ഞു? ഞാന് വെറുതെ പറയാം. നമ്മുടെ തക്കാളിയൊക്കെ കണ്ടോ, നല്ല രീതിയിൽ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. പുളി പൊഴിഞ്ഞത് ഒഴിച്ച് ഇത് എണ്ണയിൽ ഇങ്ങനെ പൊടി മസാല വേണമെങ്കിൽ ഒന്ന് ചൂടാക്കി. വോട്ട് ചെയ്യാൻ പോണ്ടേ? അനക്ക് 2 വോട്ടില്ലേ പ്രാവശ്യം? 2 വോട്ടുണ്ടോ? 2 വോട്ടുണ്ടപ്പോ നമുക്ക് 2 വോട്ടുണ്ടോ? ഇതൊന്നേ ഉണ്ടാവും. അത് പഞ്ചായത്തിലല്ലേ. അത് 2 വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണാൻ ഞങ്ങളെ പൊതിച്ചോറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വോട്ട് ചെയ്യേണ്ട പൂതി മാറല്ലേ. 2 വോട്ടുണ്ടെങ്കിലേ പൊതിച്ചോറായിട്ട് വരണ്ടേ. പോകുമ്പോ പൊന്നൂസിനൊക്കെ കൂട്ടി പോക്കോട്ടോ. 2 വോട്ട് ചെയ്ത് ആരെയും പിടിച്ചോണ്ട് വേണ്ട, പൊന്നൂസിനെ കൂട്ടി പോക്കോ. അവിടെ പോയിരുന്നോ. കുറച്ച് പുളിപ്പ് വേണം പാകത്തിന്. ഇനി നമുക്കില്ലേ എന്താ ഇതിൻ്റെ പൊടി നമ്മളിവിടെ പച്ചക്കാണ് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ എന്താ ഇങ്ങനെ വഴറ്റിയിട്ട് ഇടാറുണ്ട്. എനിക്ക് പച്ചക്ക് ഇടുന്നതാണ് ഇഷ്ടം. ഉപ്പ്
എന്താ സൂര്യയുടെ ശബ്ദം കേൾക്കാനില്ലല്ലോ. ഫോണിലാണ്. ഇതാ തരുന്നു. അപ്പൊ എന്താ ചെയ്യണെങ്കിൽ ഫോണ് ചാർജ് ചെയ്തിട്ട് വീഡിയോ നീ ഫോണും സൂര്യനോട് ചാർജ് ആയത് അങ്ങനെ വിചാരിച്ചിരുന്ന ചോറുണ്ണാൻ പറ്റുമോ കുട്ടിയെ? ഇപ്പൊ പണിക്ക് പോയവർക്ക് തിന്നാൻ കൊടുക്കണ്ടേ? എനിക്ക് ചൂടൊക്കെ എടുക്കും. ഞാൻ പോളിസ്റ്റർ ആട്ടക്കണം, എനിക്ക് കോട്ടൺ ആട്ടക്കണം. കണ്ടോ? ഇത് കഴിഞ്ഞിട്ട് പോയിട്ടില്ലേ? ഓ നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടാങ്കത്തെ വെള്ളം തളച്ച വെള്ളമായിരിക്കും. വെള്ളം ദൈവത്തിനോട് നന്ദി പറയണു ഭഗവാനെ. ഈ ചൂടുവെള്ളമെങ്കിൽ ചൂടുവെള്ളം കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെയും മിഞ്ഞാന്നും നാലാന്നൊക്കെ കരകിയായിരുന്നു. അര ടാങ്ക് വെള്ളം വെച്ചിട്ട് ഭഗവാനെ വെള്ളം എന്താ വരാത്ത് പറഞ്ഞിട്ട്. അപ്പൊ അത് ചൂടായാലും ചൂട് നമുക്ക് അത് കിട്ടുന്നുണ്ട്. അതിന്റെ വില നമുക്ക് അറിയുന്നില്ല അല്ലേ? നമ്മുടെ മോട്ടർ നാളെ മുതല് നമുക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. ഞാനന്ന് മോട്ടർ വെക്കാൻ തൈരില്ല. കടയത്ത് തൈരാ? ഇഞ്ചി, മുളകാത്തൂൾ, ഇഞ്ചി തൂൾ, മല്ലിത്തൂൾ, എല്ലാം തൂള്. അത് മല്ലിത്തൂൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയാണ്. അല്ലാണ്ട് ഇഞ്ചി കഷ്ണത്തിനല്ല പറയാ. അല്ലാതെ അവര് പറഞ്ഞ നല്ല പോലെ അടിച്ചോത്. കുറച്ച് വെള്ളം എടുക്കട്ടെ. വീട്ടിൽ ആരെങ്കിലൊക്കെ വരുമ്പോ ഒരു സംഭാരം അങ്ങനെ ഉണ്ടാവും. കുറച്ച് ഇതിന്റെ ഇലയും കൂടി വേണം കേട്ടോ, നാരകത്തിന്റെ ഇല. പിന്നെ ചെറുള്ളി ഒന്ന് വേണം. സംഭാരം പിന്നെ ചെറിയ മുന്ത കാണാല്ലേ, അതവിടെ പോയി അവസ്ഥ. കായം, മല്ലിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ വെക്കാറുണ്ടോ? അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഞാനിങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ചേട്ടാ. വെറുതെ കുടിക്കാൻ ഉണ്ടാവാറുണ്ട്. കുറച്ച് ഉപ്പ് വേണം. രസം വെറുതെ കുടിക്കാൻ. കുരുമുളകിന്റെ ചെറിയ ചൊയൊക്കെ ഉണ്ട്. എന്റെ ഏട്ടൻ കുടീനെ നടക്കാൻ പോയതാട്ടോ. എന്റെ ഏട്ടനെ കാണാല്ല. എന്റെ ഏട്ടനെ കാണാല്ല. കണ്ടു കിട്ടുന്നവര് അറിയിപ്പ് തരിക. നമ്മുടെ രസം കണ്ടോ കടന്നിങ്ങനെ തിളച്ച് പോകുന്നുണ്ട്. സംഭാരമുണ്ട്, പിന്നെ മാങ്ങച്ചാറുണ്ട്, പിന്നെ പപ്പടം കാച്ചണം കേട്ടോ. അപ്പോൾ ചോറ് കുറച്ച് ചൂടുണ്ട്, ചോറ് വിളമ്പി വയ്ക്കട്ടെ. ഇനിയിപ്പോൾ സംഭാരം അടിച്ചില്ലെങ്കിൽ സംഭാരം മാത്രം കൂട്ടി ചിലപ്പോൾ കഞ്ഞി കുടിക്കും, അച്ചാറും കൂട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ രസമൊക്കെ അങ്ങനെ ഇരിക്കും. എന്നിട്ട് രസം കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെറുതെ കുടിക്കും. അങ്ങനെയൊക്കെ ഒരു ഹോബിയാണ് ഇവിടെ അല്ലേ? കഴിക്കണം കേട്ടോ. വയറിനൊക്കെ ഭയങ്കര പ്രശ്നം വരികയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. കാരണം അവിടെ അപ്പുറത്ത് പണിയെടുക്കുന്നുണ്ട്. വീടിൻ്റെ അടുത്ത് ആ പാറപ്പൊടിയില്ലേ, ആ പാറപ്പൊടിയൊക്കെ നീക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ പുറത്തേക്ക് പോണ വീഡിയോസുകളൊക്കെ എല്ലാവർക്കും വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലേ? ഇനിയിപ്പോൾ തിങ്കളാഴ്ച നമ്മൾ അൽഷിഫയ്ക്ക് പോകണതായിരിക്കും, പുറത്ത് പോകുന്നത്. ഇപ്പോൾ ആശുപത്രിയാണ്. കിച്ചുവിൻ്റെ കാലിൻ്റെ മുട്ടില്ലേ, നമ്മുടെ കിച്ചൂട്ടൻ്റെ മുട്ട് ഭയങ്കര വേദന കേട്ടോ. കുട്ടി നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ നൊണ്ടി പോവുക. എപ്പോഴെങ്കിലും. അപ്പം അത് അവനിപ്പോൾ ഈ എപ്പോഴെങ്കിലും ആവുമ്പോൾ അവൻ്റെ ഇതും കൂടി കാരണം
വർക്കൗട്ടിന് പോകണ്ടല്ലോ. അപ്പോൾ കുട്ടിക്ക് വർക്കൗട്ടിന് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ കാലും കൊണ്ട് നൊണ്ടി ബാത്റൂമിൽ ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. നമ്മളിവിടെ മാങ്ങോട് ആണ് പോയിരുന്നത്. അപ്പം ഇന്നാൾ കണ്ടില്ലേ മാങ്ങോട്ടിൽ എന്തോ ഒരു പ്രശ്നമായിട്ട് ഒരു കുട്ടിയുടെ. അപ്പോൾ നമുക്കൊരു പേടി. അപ്പോൾ ഏട്ടൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഇപ്പം നമ്മുടെ ഇവിടെ നല്ലൊരു ആശുപത്രി എന്ന് പറയാൻ ഏതല്ലട്ടാ, ഏത് മൗലാനുണ്ട്, അൽഷിഫുണ്ട്, പാലക്കാട് ഏതൊക്കെ 1-2 ഉണ്ട്. അപ്പോൾ നമ്മളധികം ഇവിടേക്ക് തന്നെയാണ് കേട്ടോ. ഏട്ടൻ്റെ കയ്യിൻ്റെ സർജറി കഴിഞ്ഞ മുതൽ നമുക്ക് അവിടെയാണ് കുറച്ചും കൂടി ഒരു ബന്ധം അല്ലേ. അപ്പോൾ നമ്മൾ അവിടേക്ക് എന്തായാലും കിച്ചുട്ടിനെ അവിടെ നിന്ന് കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മാങ്ങോട് കൊണ്ടുപോയി കാണിച്ചിട്ട് ഒരു ഭേദവും നമുക്ക് തോന്നിയില്ല. അവനൊരു പ്രാവശ്യം കൊണ്ടുപോയി ബെൽറ്റൊക്കെ ഇട്ടൂലേ, ബാൻഡേജൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ആ കാലിന് തന്നെ പിന്നെയും വേദന. അപ്പോൾ അതിനുള്ള നല്ല ഡോക്ടർമാരെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ പോലെ അല്ലല്ലോ, കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ